നമസ്കാരം, ഞാൻ ബൈജു എന്നാണ്. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫെയർ. അതിനു മുമ്പ് നമ്മുടെ പ്രവാസികളായ പ്രേക്ഷകരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ സ്വന്തമായിട്ട് വാഹനം എടുക്കണം, അല്ലെങ്കിൽ നല്ലൊരു ഗംഭീരമായ വീട് വെക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? അല്ലെങ്കിൽ ഭാവിയിലേക്ക് കുറച്ച് സ്ഥലം വാങ്ങിക്കണം, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഇതൊക്കെയാണ് മിക്ക പ്രവാസികളുടെയും വലിയ സ്വപ്നങ്ങളെന്ന് പറയുന്ന കാര്യങ്ങൾ. ഇതിനൊക്കെ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നാട്ടിലേക്ക് അയക്കാറുമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ്. അതായത് ഇന്ന് നിങ്ങൾ അയക്കുന്ന പണത്തിൻ്റെ അതേ മൂല്യമായിരിക്കില്ല ഭാവിയിൽ അതിനുണ്ടാവുക. പക്ഷേ പ്രവാസികൾക്ക് ഈ പ്രശ്നത്തെ വളരെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും. അതിന് നിങ്ങൾ വിദേശ കറൻസിയിൽ, അതായത് ഡോളറിൽ തന്നെ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഡോളർ നിക്ഷേപിക്കുന്നതുകൊണ്ട് നാളെ അതിൻ്റെ ലാഭം തിരികെ കിട്ടുന്നത് ഡോളറിലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ചെയ്യുമ്പോൾ രൂപയുടെ മൂല്യം കുറയുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചോ ഒന്നും ഓർത്ത് തല പുകയ്ക്കേണ്ടതില്ല. ഇത്തരത്തിൽ പ്രവാസികൾക്ക് മുന്നിലുള്ള ഏറ്റവും മികച്ച ഒരു അവസരമാണ് ഇപ്പോൾ നാട്ടിലെ ഗിഫ്റ്റ് സിറ്റി വഴി ആക്സിസ് മാക്സ് ലൈഫിൻ്റെ വേൾഡ് ഇക്വിറ്റി ഫണ്ട് എന്ന NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം. അത് പ്രവാസികളുടെ മുന്നിൽ ഇപ്പോൾ ആ അവസരം വന്നിരിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. വെറും $10 മുതൽ നിങ്ങൾക്ക് ഈ ഒരു NFOയിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. നിങ്ങൾ ഇതിൽ നിക്ഷേപിക്കുന്ന പണം ഒറ്റ രാജ്യത്ത് ഒതുങ്ങി നിൽക്കില്ല. ലോകം മൊത്തമുള്ള ടോപ്പ് കമ്പനികളിലേക്കാണ് നിങ്ങൾ നിക്ഷേപം എത്തുന്നത്. ആ ഒരു സമയം ഏത് രാജ്യത്തെ എക്കോണമിയാണോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ആ രാജ്യത്തെ മാർക്കറ്റിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താലും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് ഒട്ടും അടയ്ക്കേണ്ടതില്ല. അതുകൂടാതെ നിങ്ങൾ മന്ത്ലി അടയ്ക്കുന്ന എമൗണ്ടിൻ്റെ 120 മടങ്ങ് ലൈഫ് കവർ ഉണ്ടാകും. അലോക്കേഷൻ ചാർജസ്, പോളിസി അഡ്മിനിസ്ട്രേഷൻ ചാർജസ് ഒന്നും തന്നെ ഇവിടെ ഇല്ല. നിങ്ങൾ നാട്ടിൽ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലും അതോടൊപ്പം തന്നെ കുറച്ച് ഭാഗം ഇങ്ങനെ രൂപയുടെ മൂല്യം കുറയുന്നത് ബാധിക്കാത്ത രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഭാവിയിൽ നിങ്ങളുടെ സ്വത്തുക്കളുടെ മൂല്യത്തെ വലിയ രീതിയിൽ ബാധിക്കാതിരിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഓർക്കേണ്ട കാര്യം. ഇത്തരത്തിലുള്ള ഈ NFOയിൽ ഇനി കുറച്ച് ദിവസം കൂടി മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയർ കാണാം. 315 കിലോമീറ്റർ കമ്പനി റേഞ്ച് പറയുന്ന ഒരു EVയുമായിട്ട് നിങ്ങൾക്ക് എത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റും ഇന്ത്യയിൽ എന്നുള്ള ഒരു വലിയ ആശങ്ക ഉണർത്തുന്ന ചോദ്യമാണ്. നമുക്ക് തീർച്ചയായിട്ടും കേരളത്തിൽ തന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളിലേ പോകാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഈ വാഹനവും ഈ ഉടമയും അത് തെറ്റാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഈ വാഹനം, അതായത് ഈ ടാറ്റ നെക്സോൺ EV ഓടാത്ത വഴികളില്ല ഇന്ത്യയിൽ. 3 തവണ ഓൾ ഇന്ത്യ പോയി വന്നു, പിന്നെ ഭൂട്ടാൻ പോയി, നേപ്പാൾ പോയി, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2,62,000 2,26,000 കിലോമീറ്റർ ഓടിയ EVയാണിത്. അപ്പോൾ ഈ പറഞ്ഞ EVകളെ പറ്റിയുള്ള നിങ്ങളുടെ ആശങ്കകളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ആളെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. നമസ്കാരം. പേര്? നിതിൻ. നിതിൻ. ഞാൻ പ്ലാനറാണ്. എവിടെ? എൻ്റെ താവട്ടം ഇരുട്ടിയില്ല, കണ്ണൂർ. ഇരുട്ടിയില്ല. അപ്പം മാസം ഒരു 3 ട്രിപ്പ് അത് തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ എവിടെ ശരിക്കും? മണിമല. നമ്മുടെ നാട്ടുകാരനാണ്, മണിമലക്കാരനാണ്. ഓക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ ഇരുട്ടിയിൽ ഒരു തോട്ടമുണ്ട്, മണിമലക്കാരനാണ്. അപ്പം എനിക്ക് തോന്നുന്നു കൂടുതൽ വലിയ റേഞ്ചുള്ള ഒരു EV അല്ല, ആണ് വാങ്ങിക്കുന്ന ഒരു വലിയ റേഞ്ചുള്ള EV ആയിരിക്കും. ഞാൻ എടുക്കുമ്പോൾ ഇതേ ഉള്ളൂ. ഓ ശരി. ഏത് വർഷം എടുത്തത്? 2021 എടുത്താ? ശരി. അപ്പം 5 വർഷം മുമ്പ് ഏറ്റവും റേഞ്ചുള്ള എടുത്തു അല്ലേ? എന്നുള്ളതിൽ ഏറ്റവും നമുക്ക് പറ്റുന്നൊരു, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു വണ്ടി. നമ്മളെല്ലാം നോക്കണമല്ലോ, ടയറും മൈലേജും എല്ലാം. ആ സമയത്ത് ഒരു 6 മാസം കഴിഞ്ഞായിരുന്നു വണ്ടി ഇറങ്ങിയിട്ട്. നമ്മൾ ധൈര്യമായിട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം മണിമലയിൽ നിന്ന് ഇരുട്ടിയിലേക്ക് പോകുമ്പോൾ ഈ ചാർജിങ് സ്റ്റേഷൻസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ കാണുന്ന ചാർജിങ് സ്റ്റേഷൻ മുഴുവൻ കയറി ചാർജ് ചെയ്യും. അപ്പോൾ അമ്മ തന്നെ എന്നോട് ചോദിക്കും, എടാ ഇതുപോലെ പോയാൽ കല്യാണത്തിനൊക്കെ തലേദിവസം പോകേണ്ടി വരുമായിരിക്കും. ഇതാ അവസ്ഥയെങ്കിൽ പോകേണ്ടി വരും. നമുക്കറിയത്തില്ലല്ലോ, ഇത് ആരും പറഞ്ഞു തരാനും ഇല്ല, ഓടിക്കേണ്ടത് എങ്ങനെയാണെന്നും അറിയത്തില്ല. ആകെ ടെൻഷൻ. അന്ന് ഇതിന്റെ ആപ്പ് ഒന്നും ഉണ്ടാവില്ലല്ലേ? അന്ന് ഈ പ്ലക്ഷർ ഒന്നും അന്ന് ഇതില്ലല്ലോ. നമ്മൾ ഈ ഓരോരുത്തരോട് ചോദിച്ചിട്ടാണ്. ഇപ്പോൾ അന്ന് ഈ ടാറ്റ പവർ കുറേ സർവീസ് സെൻ്ററുകളിലുണ്ടെന്നുള്ളതല്ല, പിന്നെ KSEB ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ട്. അതായിരുന്നു ആകെ ഒരു ആശ്വാസം. അപ്പോൾ ഇത് എവിടെയുണ്ടോ അവിടെ പോയി ചാർജ് ചെയ്യാൻ പോവുക. എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യം കോട്ടക്കലിനാണ് പോകുന്നത്. മണിമലയിൽ നിന്ന് കോട്ടക്കൽ വരെ 9.5 മണിക്കൂർ ചാർജ് ചെയ്തല്ലേ. അമ്മയൊക്കെ അങ്ങ് വെറുത്ത് പോയി. അമ്മ ചോദിച്ചേടാ നമ്മൾ പണിച്ച മണ്ടത്തരമായി പോയോ? ഞാൻ പറഞ്ഞു, അമ്മ ഇപ്പോഴത്തെ അവസ്ഥയിലാണ് എനിക്ക് ചെറിയ മണ്ടത്തരമായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം അതൊക്കെ മാറി. അവനോട് സ്ഥലം പറയാൻ പറ്റത്തില്ലെന്നാ മാവും. ശരി. അപ്പൊ ഇപ്പൊ അതിനുശേഷം ഈ ഫസ്റ്റ് ഓൾ ഇന്ത്യ പോയത് എപ്പോഴാണ്? അത് ഇതുപോലെ തന്നെ മെയ് 13-ാം തീയതിയാണ്. 2024. അപ്പോൾ ഞാൻ 1.5 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ട് ആദ്യത്തെ ട്രിപ്പ്. ശരി. 1.5 ലക്ഷം കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യത്തെ ട്രിപ്പ് പോയത്. അപ്പോൾ ഈ 2021 ശേഷം എവിടെയും പോകാം, ചാർജ് സ്റ്റേഷൻസ് ഉണ്ടെന്ന് തോന്നി തുടങ്ങിയത് വർഷം ഏതാ? അത് ഒരു 2022-23 ആ കാലഘട്ടത്തിൽ നമുക്ക് ധൈര്യമായി. അപ്പൊ അന്നേരം ആൾക്കാർ കുറച്ച് പേര് EV എടുത്തു. അപ്പൊ ചിലരൊക്കെ റിസ്ക് എടുത്ത് പോകാൻ തുടങ്ങി. അന്നേരം നമ്മൾ റിസ്ക് എടുത്തിട്ടില്ല. ബൈ ചാൻസിൽ ഒരു ചെന്നൈ പോകേണ്ടി വന്നു. അന്നേരം കോൺഫിഡൻസ് കയറി. അപ്പൊ ഇത് നമുക്ക് പറ്റും എന്നുള്ളൊരു തോന്നലായി. പിന്നെ നമ്മൾ ഫ്ലക്ഷറൊക്കെ എടുത്തിട്ട് എവിടെയും വരെ ചുമല വരെ കാണുന്നു, അവിടെ പോലെ. അപ്പൊ അങ്ങനെ ചെന്നിട്ട് എപ്പോഴെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? അത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയും വർക്ക് ചെയ്യുന്നില്ല? ഞാൻ അങ്ങനെയല്ല പോവുക. ഞാനിപ്പോ ഇവിടെ ചാർജ് ചെയ്യാൻ നടന്നു.
ഇവിടെ ചാർജ് തീരുന്നതിന് മുമ്പ് ഞാൻ അടുത്ത ചാർജ് ചെയ്യുന്ന സ്റ്റേഷൻ ആക്റ്റീവ് ആണോ എന്ന് നോക്കും. അങ്ങനെ നോക്കിയാണ് അത്. ഇപ്പോൾ ഈ ചാർജ് സ്റ്റേഷൻ ഞാൻ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ള ചാർജിങ് സ്റ്റേഷൻ ചെയ്യേണ്ടി വന്നാൽ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള കറണ്ട് മിച്ചം വെച്ച്. അതെല്ലാം പക്കയാണോ നമ്മൾ ഈ ആപ്പിൽ കാണുന്ന? ആപ്പിൽ കാണുന്ന പക്ക. പിന്നെ നമ്മളെന്നു വെച്ചാൽ പ്ലക്ഷറിലാണെങ്കിലും നമ്മൾ ആ കറസ്പോണ്ടിങ് ആപ്പ് ഉപയോഗിച്ച് ചെക്ക് ചെയ്തിട്ട് ആണ് പോകുന്നത്, വർക്കിംഗ് ആണോ അല്ലയോ എന്ന്. അപ്പം പിന്നെ ഗൂഗിൾ മാപ്പ് സൗകര്യമായി. ഇപ്പം നമ്മളിപ്പോൾ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ പച്ച കളറിൽ കാണിക്കും ആക്റ്റീവ് ആണെങ്കിൽ, ഇല്ലെങ്കിൽ ഗ്രേയിൽ മനസ്സിലായി. അതുകൊണ്ട് പിന്നെ അത് വലിയ റിസ്ക് ഇല്ല. എങ്കിലും 2013 ആദ്യത്തെ 2014 ആദ്യത്തെ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന സമയത്ത്, 24 ആദ്യത്തെ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന സമയത്ത് വീണ്ടും വളരെ റേഞ്ചുള്ള കൂടുതൽ ഇവികളൊക്കെ വന്നല്ലോ. എന്നാൽ പിന്നെ ഇത് വിട്ടിട്ട് വേറൊരു റേഞ്ചുള്ള ഇവ വാങ്ങിച്ച് പോകാൻ നമ്മുടെ കുക്കിൽ ഒതുങ്ങുന്നത് നമുക്ക് ഇതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഇതുവരാനില്ല. ഒന്നാമത് എനിക്ക് ചാർജ് ചെയ്യുന്ന സമയം ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ കുറച്ചു നേരം ഇരിക്കാറുണ്ട്, വേറെ ടെൻഷനൊന്നുമില്ല. പക്ഷെ അത് നമ്മുടെ കേരളത്തിൽ മാത്രമേ വെറുതെ ഇരിക്കാൻ പറ്റില്ല, പുറത്തിറങ്ങി നിൽക്കേണ്ടി വരും. അതായത് ഒരു ഷെയ്ഡോ ഒന്നുമില്ല, ഇതുപോലെ പൊരി വെയിലത്ത് കിടത്ത് ചാർജ് ചെയ്യും. അതേ ഉള്ളൂ. അത് ഇന്ത്യയിൽ എവിടെ, നമ്മുടെ കേരളം ഒഴിച്ച് ബാക്കി എവിടെ. അതുപോലെ നമ്മുടെ നാട്ടിലെ പോലെ ഈ കോഫി ഷോപ്പ് ഒന്നുമില്ല. മെഷീൻ മാത്രമേ ഉള്ളൂ. മെഷീൻ പോലും കവറില്ല, വെറുതെ മെഷീൻ വെച്ചിട്ടേ ഉള്ളൂ. എനിക്ക് ഞാൻ ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോൾ നോയിഡയിൽ ചെയ്യുന്ന മെഷീന് മണ്ടവശം ഇല്ല, ദ്രവിച്ചു പോയി. ഞാനും തന്നെ മഴ വല്ലതും പെയ്ത എത്ര കിട്ടുന്നുണ്ട് റേഞ്ച്? ഒരു 190 മര്യാദയ്ക്ക് സമാധാനമായിട്ട് ഓടിക്കാനാണ് ഒരു 190. പക്ഷെ 190 കിലോമീറ്റർ. പക്ഷെ നമ്മള് ചിലയിടത്തൊക്കെ പിടിച്ച് 210 വരെയൊക്കെ ഓടിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്ങനെ 190 അല്ലെങ്കിൽ 200 കിലോമീറ്റർ ഉള്ള റേഞ്ചുള്ള ഒരു വാഹനമായിട്ട് ഈ ഓൾ ഇന്ത്യ പോകുമ്പോൾ എത്ര ദിവസം എടുക്കും? ഭയങ്കര ശ്രമമാണ്. ഞാനിപ്പോ ഇപ്പം പോയത് 23 ദിവസം എടുത്തില്ല. 23 ദിവസം. അതിനകത്ത് 2.5 ദിവസം ചാർജിങ് തന്നെയാണ്. എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളി 9S ആയിട്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ നോക്കണം, നിങ്ങൾ നോക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ പെട്ടു. അതിന് 500 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. പുള്ളി ധൈര്യമായിട്ട് വിട്ടുപോകാൻ. അതും 23 ദിവസം കൊണ്ട് തന്നെയാണ് കക്ഷി തിരിച്ചെത്തിയത്. അല്ല, പുള്ളി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത് തിരിച്ച്. പക്ഷെ പുള്ളി എന്നാന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി പാടെ പുള്ളി 3 ദിവസം കൊണ്ട് വീട്ടിലെത്തി. നമുക്കത് പറ്റത്തില്ല. അപ്പൊ എത്ര നേരം എടുക്കുന്നുണ്ട് ചാർജ് ചെയ്യാൻ? പബ്ലിക് 1.5 മണിക്കൂർ. ഉറപ്പായിട്ടും. അത് പക്ഷേ ഭയങ്കര ലാഗല്ലേ? ആദ്യത്തെ വണ്ടിയല്ലേ, നമുക്കിപ്പോ അതിനകത്ത് വേറെ എന്നാണേലും 20. പക്ഷെ നമുക്കൊരു ഗുണമുണ്ട്, ഏത് മെഷീനിലും കുത്താം. ഏത് മെഷീനിലും കുത്തിയാലും 21 കിട്ടും. നമ്മുടെ വണ്ടി അതേ സപ്പോർട്ട് ചെയ്യുള്ളൂ. മറ്റവർക്കൊക്കെ അത്തേ കൊണ്ട കുത്തിയാൽ 3-4 മണിക്കൂർ പോകും. അപ്പൊ ഈ ആദ്യത്തെ ഓൾ ഇന്ത്യ ട്രിപ്പ് എത്ര കിലോമീറ്റർ ഒറ്റയടിക്ക് പോയത്? അത് 7870. എന്തെങ്കിലും പ്രശ്നം ഈ EV എന്നുള്ള നിലയ്ക്ക് ഇത് ഉണ്ടാക്കി? ഒന്നുമില്ല, ഇതുവരെ ഇല്ല. അതുകൊണ്ട് എല്ലാവരും എന്നെ തെറി പറയും, വെറുതെ പറയുന്നത് വല്ല ലോട്ടറി ഒക്കെ എടുത്ത് നോക്കാൻ. അല്ല, EV പ്രത്യേകിച്ച് ആദ്യകാലത്ത് വന്നൊരു EV എന്നുള്ള നിലയ്ക്ക് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കും. ഞാൻ വഴി കിടന്നിട്ടില്ല ഇതുവരെ, ഒരു വാർണിംഗ് ലൈറ്റ് പോലും എൻ്റെ വണ്ടിയൊക്കെ എത്തിയിട്ടില്ല. എൻ്റെ വണ്ടിയുടെ 12 വോൾട്ട് ബാറ്ററി വരെ വീട്ടിൽ ചെന്നിട്ടൊക്കെ. ശരി. അപ്പോൾ അത് തീർച്ചയായിട്ടും ഭയങ്കര ഭാഗ്യമാണ്. ടയറിന്റെ ടയർ 70 കിലോമീറ്റർ 70,000 കിട്ടും. 130 വരെ കിട്ടിയവർ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. 130 4 ടയറിന് കിട്ടിയവരൊക്കെ ഉണ്ട്. നമുക്ക് എന്നാ നോക്കിയിട്ട് ഓടിച്ചിട്ട് 70 കിട്ടും. അല്ല, പക്ഷെ എങ്കിൽ പോലും EVയുടെ ടയർ പെട്ടെന്ന് തീരും എന്ന് പറയുന്നൊരു മിത്താണ് അല്ലേ? അത് പക്ഷേ വലിയ വണ്ടികൾക്ക് കൂടുതൽ അത് എക്സ്പെൻസീവ്, ടയറും കോസ്റ്റ് കൂടുതലാണ്. ഇത് നമ്മൾ മേടിച്ചിരുന്ന കമ്പനി വന്ന MRF വാണ്ടർ എക്കോ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 600-900 കൊടുത്ത ഒരു ടയർ കിട്ടും. അപ്പോൾ അതിനുശേഷം പിന്നെ ഇന്ത്യ വിട്ടിട്ട് ഭൂട്ടാനും നേപ്പാളും പോയി. നേപ്പാളിൽ പോയപ്പോൾ മിലിറ്ററി അന്ന് ഇവിടെ അലമ്പ് കിടക്കുന്ന സമയത്ത്, അപ്പം മിലിറ്ററി ഇപ്പം ആവശ്യമില്ലെങ്കിൽ പോകാതിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ ഞങ്ങളത് ഡ്രോപ്പ് ചെയ്തു. ഭൂട്ടാനിൽ പോയി. തിരിച്ച് ഞങ്ങൾ ലേ പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. അന്ന് ബീഹാർ വരുമ്പോഴാണ് മറ്റേ പെഹൽഗാം ഇഷ്യൂ. പിന്നെ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ച് ഞങ്ങൾ ഹൈദരാബാദ് എത്തി. പേടിച്ചു പോയി മൊത്തം. അന്നേരം മിലിറ്ററി അലേർട്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ പിന്നെ കൂട്ടായി. ഈ ഭൂട്ടാനിലൊക്കെ ചാർജിങ് സ്റ്റേഷൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ. അവിടെ അത്ര EVകളുണ്ടോ? EV ഉണ്ട്, EV ഉണ്ട്, ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ കൂടുതൽ MGയുടെ വണ്ടിയാണ്, ടാറ്റയുടെ വണ്ടിയേക്കാളും കൂടുതൽ MGയുടെ വണ്ടിയാണ്. അതുകൊണ്ട് പക്ഷേ നമ്മൾ ഫുൻഷോലിംഗ് മാത്രം കറങ്ങി നിർത്തിയതുള്ളൂ, കാരണം അല്ലെങ്കിൽ കൈ പോക്കറ്റ് കീറുമെന്ന് മനസ്സിലായി. ശരി. അപ്പം ഇപ്പം എത്ര 226 ഓടിയൊരു വാഹനമാണ്. ഇപ്പം ഏറ്റവും വലിയ ആങ്സൈറ്റി എന്ന് പറയുന്നത് 2 കാര്യങ്ങളായിരിക്കും. ഒന്ന്, ഇതിന്റെ റീസെയിൽ വാല്യൂ. 2, ഇതിന്റെ ബാറ്ററി ഇല്ല. 2 ബാറ്ററി. ഞാൻ ആദ്യം ഒന്ന് മാക്സ് ഇറക്കിയപ്പോൾ ഒന്ന് കൊടുത്ത് മാറാമെന്ന് വിചാരിച്ചാൽ ഒന്ന് കമ്പനി 3 ലക്ഷം രൂപയാണ്. അന്നേരം 1.25 കഴിഞ്ഞാൽ അപ്പൊ അതോടുകൂടി വിൽക്കുന്ന പരിപാടി ഉപേക്ഷിച്ചു. ഇനി മേടിച്ചാലും ഒരെണ്ണം പുതിയത് മേടിക്കുക എന്നുള്ളത്. അപ്പൊ ബാറ്ററി ലൈഫ് അന്നാണെങ്കിൽ മറ്റേ ലൈഫ് ടൈം വാറണ്ടിയും ഇല്ല. ലൈഫ് ടൈം വാറണ്ടി 160 കഴിയുമ്പോൾ തീരും. അതും തീരും. എന്നെ 90,000 മാറിയായിരുന്നു. അപ്പൊ ഇത് തന്നെ പ്രശ്നം വെച്ചാൽ ആദ്യം നമുക്ക് ഇത് ചാർജ് ആങ്സൈറ്റി ആണല്ലോ. അപ്പം വീട്ടിൽ തൊട്ട് മണിമല വരെ പോയാലും തിരിച്ചു വന്ന് അന്നേരം കുത്തിയിടുക. ഇതിന് ഈ സെൽ ബാലൻസിങ് ഉണ്ടെന്നോ അങ്ങനെയൊക്കെ ഉണ്ടെന്നോ നമുക്കറിയത്തില്ല. നമ്മുടെ വിചാരം നമ്മൾ വഴി കിടക്കണം. അതെങ്ങനെയോ വണ്ടി 90 വരെ എന്നെ കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ പുള്ളി മറ്റേ ലിംബോർഡ് കാണിച്ചു 14%. കമ്പനിക്ക് പറഞ്ഞ് ബാറ്ററിക്ക് കംപ്ലൈന്റ് ഉണ്ട്, മാറിയേക്കാം. കമ്പനി തന്നെ മാറ്റി തന്നു. അതില്ല, അന്നേരം മാറിയില്ല. ഞാൻ പിന്നെ ഒരു 6 മാസം കൂടെ ഓടി.
അത് കഴിഞ്ഞപ്പം കമ്പനിയിലെ സർവീസ് മാനേജർ എന്നോട് പറഞ്ഞു, സാറേ സാറിൻ്റെ ബാറ്ററി വന്നിരിക്കാനുണ്ട് കുറച്ച് നാളെ മാറണ്ടേന്ന് ചോദിച്ചാൽ, മാറണമെങ്കിൽ മാറിക്കോളാം മതി, പുത്തൻ ബാറ്ററി. അത് എത്ര ദിവസം എടുത്തു അത് ഫിറ്റ് ചെയ്ത് തരാൻ? ഞാൻ സർവീസിന് കൊടുത്തേക്കുമായിരുന്നു, കൊടുത്ത് പിറ്റേന്ന് പിറ്റേ ദിവസം കിട്ടി. കിട്ടി. ഒരു ബാറ്ററി ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ വണ്ടിയും കുറവല്ലേ. അപ്പോൾ ബാറ്ററി മാറ്റിയെന്ന് പറഞ്ഞാൽ ഇത് പുതിയതായി വീണ്ടും വണ്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 1.30 കൂടെ ഓടി. പിന്നെ പക്ഷെ ഇനിയാണ് നമ്മൾ ഈ 1.60 കഴിയുമ്പോഴാണ് ഈ ബാറ്ററി കഴിഞ്ഞല്ലോ. നേരത്തെ ബാറ്ററി പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ വരുന്നതാണ്. റിപ്പയർ ചെയ്യാം. ഇപ്പം ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ എറണാകുളത്ത് തന്നെ മറ്റേ ടാറ്റയുടെ ബാറ്ററി റിപ്പയറിംഗ് യൂണിറ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? പേടിയൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെ പേടിയൊന്നുമില്ല. ഇപ്പൊ നമുക്കൊരു അസുഖം വന്നാൽ ചികിത്സിക്കണ്ട. ഞാൻ തന്നെ എന്റെ ഈ എടുത്തപ്പോഴത്തെ പോളിസി എന്നാ വെച്ചാൽ ഓടിച്ചോണ്ട് പോകാൻ പറ്റുക, ഓടിച്ചോണ്ട് പോയില്ല, കെട്ടി വലിച്ചോണ്ട് പോകും. അപ്പൊ ആ ടെൻഷൻ അവിടെ അങ്ങ് തീരും. അയ്യോ ഇത് നിൽക്കുവോ എന്ന് ഓടിച്ചാൽ പ്രാന്ത് പിടിച്ച് ചത്തു. അവിടെ ഉണ്ട്. അവിടെ നമ്മുടെ ഗ്രൂപ്പിന്റെ തന്നെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ഇവോക്ക് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവരുടെ തന്നെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മെമ്പേഴ്സിന് ഇച്ചിരി പൈസ കുറവുണ്ട്. അപ്പൊ ഇനി ഒന്ന് മാറുകയാണെങ്കിൽ ഇനി EV-യിലേക്കാണ് പോവുക? ഉറപ്പായിട്ടും. ഇനി മറ്റേ വണ്ടിയെ പറ്റി ചിന്തിക്കുകയല്ല. ഏതാണ് മനസ്സിൽ കണ്ടിരിക്കുന്ന രീതി? ടാറ്റയുടെ തന്നെ വണ്ടിയാണ്. ഹാരിയർ എടുക്കണമെന്നുള്ളതാണ്. പക്ഷെ ടയർ മേടിച്ച് മുടിയുമെന്നുള്ളത് കൊണ്ട് അത് തൽക്കാലം പെൻഡിങ്. ഒരു 7 സീറ്റർ. കാരണം ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് പിള്ളേർ 5 പേരാ. ഞങ്ങൾ എല്ലാവരും കൂടെ ഇപ്പൊ 8 പേരിത്തലാണ് പോകുന്നത്. നടുക്കത്തെ ചെറിയ മറ്റേ ഹാൻഡ് റെസ്റ്റ് ഒക്കെ ഞങ്ങൾ സീറ്റ് ഇട്ടോ. അപ്പൊ ഒരു 7 സീറ്റർ വരുവാണെങ്കിൽ ടാറ്റ തന്നെ നോക്കണമെന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ BYD-ലോട്ടോ വല്ലതും പോകാം. സഫാരിയുടെ EV വന്നാൽ പക്ഷെ ബാക്കി കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. അതാണ് അത് നോക്കുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. നയനസൊക്കെ ഉണ്ട് ഇപ്പം. നയനസൊക്കെ കോസ്റ്റ് അടച്ചു. നമ്മള് വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ ഒരു 20 മേളിലോട്ട് മേടിച്ചാൽ ബാധ്യത. നമ്മൾ അത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെതായ ഒരു റിസ്ക് ഉണ്ടല്ലോ. മറ്റേ ഏതായാലും ആ വണ്ടി കൊടുത്തിട്ട് ഒരു കാലത്ത് നമുക്ക് വേറൊരു വണ്ടിക്ക് മേടിക്കാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. തന്നെയല്ല ഈ പറഞ്ഞാൽ ഇനി ബാറ്ററി മാറേണ്ടി വന്നാലും നമുക്ക് ഇതിന് ടെൻഷൻ ഇല്ലാത്ത ഇതിന്റെ എല്ലാവർക്കും നമുക്ക് എനിക്ക് ഒരു പേടിയില്ല. ബാറ്ററി മാറണം. ഞാൻ ഏതായാലും പറഞ്ഞേക്കുന്ന 5 ലക്ഷം ഓടിക്കാതെ ഈ വണ്ടി ആർക്കും കൊടുക്കുകയാണല്ലേ. അപ്പൊ 5 ലക്ഷം ഓടിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഈ പരിപാടിയിൽ ഉറപ്പായിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെയാണ്, ഇതൊരു അമേസിങ് എക്സ്പീരിയൻസ് ആണ്. ഇത്രയും നല്ല റേഞ്ചുള്ള വണ്ടിയായിട്ട് ഓൾ ഇന്ത്യ പോകുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഒരു 200 കിലോമീറ്ററുള്ള റേഞ്ച് ഇടുന്നൊരു വാഹനമായിട്ട് ഓൾ ഇന്ത്യ പോകുന്ന ക്ഷമയാണ് ഏറ്റവും ക്ഷമയാണ്. EV-യിൽ അതാണ് ഞാൻ എല്ലാവരും പറയും. നമ്മൾ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ചാർജ് ചെയ്യണം. നമ്മളിപ്പോൾ നമ്മൾ ചാർജ് ചെയ്യാൻ ഇത്ര നേരം എടുക്കും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അങ്ങ് ജീവിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ ഒന്ന് ചോദിക്കാം. അത്രയും കിലോമീറ്റർ ഞാൻ ഈ പ്രാവശ്യം പോയത് 8800 കിലോമീറ്റർ ഓടി തിരിച്ചു. അത് നമുക്ക് തന്നെ ക്രിക്കായി പോകും. അതെ, ശരിയാണ്. അതാണ് നമ്മൾ ഏറ്റവും നോക്കുന്നത്. ഓൾ ഇന്ത്യ ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ വ്യാപകമാണ്. ഈ പ്രാവശ്യം കണ്ടമാനം ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അതിന് ശരിക്കും നന്ദി പറയേണ്ടത് നമ്മുടെ അദാനി GOBP. അവരാണ് നിറച്ചങ്ങ്. അവർക്ക് എല്ലാ പമ്പിലും ഇപ്പൊ അവിടെയായി. നോർത്തിലോട്ടൊക്കെ ഒരു പ്രശ്നവുമില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ ടാറ്റ പവറും ചാർസോണ അങ്ങനെ കുറച്ച് കമ്പനികളെ ഉള്ളായിരുന്നു. അപ്പൊ അതൊക്കെ മാറി. പിന്നെ ഗോയിസി ഉണ്ട്. ഓൾ ഇന്ത്യ ലെവലിൽ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. വീണ്ടും നല്ല നല്ല യാത്രകൾ തുടരും. താങ്ക് യു. വീണ്ടും കാണാം. 5 വർഷം കഴിയാം. താങ്ക് യു. അപ്പോൾ നമ്മളിനി ഒരു ജീപ്പ് കോമ്പസിൻ്റെ ഡീസൽ മാനുവലിൻ്റെ ഉടമയാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. താങ്ക് യു. പേര്? ശ്യാംജിത്ത്. എന്ത് ചെയ്യുന്നു? ഞാൻ ബിസിനസ്സാണ്, മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ്. ഇവിടെ കൊച്ചിയിൽ തന്നെയാണ്. കാലിക്കറ്റ് ചെറുതായിട്ട് ഒന്നുണ്ട്. സോ അതിൻ്റെ ഒരു ട്രാവലിങ്ങിനും കൂടി ഹൈവേ ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആവും. അതും കൂടി കണ്ടിട്ട് എടുത്താണ്. എത്ര കാലം ഇപ്പോൾ എടുത്തിട്ട് അറൗണ്ട് 1 മന്ത് ആവുന്നേ ഉള്ളൂ. പിന്നെ എന്താ മാനുവൽ എടുത്തു? അപ്പോൾ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു കാലഘട്ടമല്ലേ? എനിക്ക് ജീപ്പ് ഓട്ടോമാറ്റിക്കലി പോകാൻ താല്പര്യമുണ്ട്. ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടല്ലോ, 30ക്ക് മേലെ പോകും. പിന്നെ മാനുവലിൻ്റെ ആ ഒരു ത്രില്ല് എനിക്ക് ഓട്ടോമാറ്റിക്കലി കുറേ യൂട്യൂബ് വീഡിയോസ് സാറിൻ്റെ എല്ലാവരെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എടുത്തുകൊണ്ട് സ്പീഡിൽ പോകുന്ന ആ ഒരു ത്രില്ല് ഓട്ടോമാറ്റിക്കലി കുറച്ച് കുറവാന്ന് കേട്ടു. പിന്നെ മാനുവൽ എടുത്തു. ഓട്ടോമാറ്റിക്കലി പോകും. കുറച്ച് ഒരു 5-6 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഓട്ടോമാറ്റിക്കലി എന്തായാലും ഓട്ടോമാറ്റിക്കലി പോകും. തീർച്ചയായും പോകും. ഇത് എത്രയോ ഓൺ റോഡ്? ഇതിപ്പോൾ അറൗണ്ട് 23ന്റെ അടുത്ത് എത്തി. ഞാൻ എക്സ്റ്റൻഡഡ് വാറണ്ടിയും പിന്നെ ഇതൊക്കെ എടുത്തിട്ടുണ്ട്, സർവീസ് പാക്കും എല്ലാം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ധാരാളം മോഡലുകളുണ്ട് ഈ ഒരു സെഗ്മെന്റിൽ. എന്തുകൊണ്ടാണ് ഈ ജീപ്പ് കോമ്പസ് മതിയെന്ന് തീരുമാനിച്ചത്? കാരണം ഇതൊരു കുറച്ച് പഴയതായ ഒരു മോഡലായി, എന്നിട്ട് എന്താ ഇത് മതിയെന്ന് തീരുമാനിച്ചത്? മെയിൻ റീസൺ ഈ ഒരു പേര്, ജീപ്പിനോടുള്ള ആ ഒരു ലെഗസിയും അതിനോടുള്ളൊരു അട്രാക്ഷൻ പണ്ട് മുതലുണ്ട്. വലിയ ഓഫ് റോഡൊക്കെ ഇഷ്ടമാണ്, പോയിട്ടില്ല. ബട്ട് അപ്പം മുതലേ ജീപ്പ് അങ്ങനെ ഒരു ബ്രാൻഡ് നെയിം ഉണ്ട്. പിന്നെ മെയിൻ റീസൺ ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി. ഇപ്പോൾ എനിക്കും എക്സ്പീരിയൻസ്, ഇത്ര നാളെ ഞാൻ കേട്ട എക്സ്പീരിയൻസേ ഉള്ളൂ. ഇപ്പോൾ റിയൽ ടൈം ഞാൻ കോയമ്പത്തൂർ പോയിട്ടുണ്ടായിരുന്നു, കാലിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് അറിയാൻ പറ്റിയ ഒരു സ്റ്റെബിലിറ്റിയും സേഫ്റ്റി ഫീച്ചേഴ്സ് സെക്കൻഡ്. പിന്നെ ഈ ഒരു ബഡ്ജറ്റിൽ അറൗണ്ട് 2 ലിറ്റർ
170 bhp പവറും 360 ടോർക്കുമുള്ളൊരു വണ്ടി, ഇത്രയും സ്റ്റേബിളും സ്ട്രക്ചറൽ കോമ്പാക്റ്റബിലിറ്റി ഉള്ളൊരു വണ്ടി വേറെ ഇല്ല. പിന്നെ മെയിൻ റീസൺ ഞാൻ എടുക്കാനുള്ള മെയിൻ റീസൺ യൂറോ എൻകാപ്പ്, അമേരിക്കൻ, ഓസ്ട്രേലിയൻ, ഓൾമോസ്റ്റ് 30+ കൺട്രീസിലേക്ക് എനിക്ക് തോന്നുന്നു ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. സോ എനിക്കിതൊരു ട്രൂലി ഒരു ഗ്ലോബൽ വെഹിക്കിൾ എന്ന് പറയാൻ കഴിയും. ഇവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്ത് അവിടെ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അവിടുത്തെ സേഫ്റ്റി ഫീച്ചേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പാലിച്ചിരിക്കണം. സോ ആ ഒരു ഫെയ്ത്ത് ഉണ്ട്. പിന്നെ വേറൊരു റീസൺ, പണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ 2 എയർ ബാഗ് ആയിരുന്നു, ഇപ്പോൾ 6 എയർ ബാഗോട് കൂടി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറെ ഒരുപാട് ഫീച്ചേഴ്സ് ലൈക്ക് സൺ റൂഫ്, അഡാസ്, അതിൻ്റെ പിന്നാലെ ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എൻജിൻ്റെ സ്റ്റെബിലിറ്റിയും ബോഡീൻ്റെ സ്ട്രെങ്ത്തും അതാണ് നോക്കിയത്. അപ്പോൾ ഇപ്പോൾ ഇത്ര ദിവസം ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഇതേ ഫീലൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ടോ? വാങ്ങിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ പ്രതീക്ഷകളും വാങ്ങിക്കുന്നതിന് മുമ്പുള്ളതിനേക്കാൾ ഹൈവേയിൽ പോകും. ആ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ കോർണറിലൊക്കെ നമുക്ക് എടുക്കാൻ ഭയങ്കര കോൺഫിഡൻസ് ആണ്. വണ്ടി പോവില്ല, തെന്നി പോവില്ല എന്നുള്ള. ഞാൻ ഇതിനു മുമ്പ് ലിവയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നല്ല വണ്ടിയാണ്, വെരി റിയലബിൾ. ബട്ട് ഒരു 100-നൊക്കെ മേലെ എത്തിക്കഴിഞ്ഞാൽ ഒരു കട്ട അങ്ങനെ ഒരു ഇതൊക്കെ വരും. ഇതിൽ അങ്ങനെയൊന്നും അറിയില്ല, ഇത് കയറണതും ഒന്നും അറിയുന്നില്ല. പിന്നെ ബോഡി സാറിന് അറിയില്ല, സാറിന് ഞാൻ പറഞ്ഞ ആവശ്യമില്ല. മോർ ദാൻ 70% ഹോട്ട് സ്റ്റാമ്പ്ഡ് സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ യൂറോ എൻകാപ്പും ബാക്കിയുള്ള എൻകാപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം സാറിന് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റ് മെയിൻ റീസൺ. മൈലേജ് നോക്കിയോ? മൈലേജ് എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്ക് അറൗണ്ട് ഒരു 13-ന്റെ 15-ന്റെ ഉള്ളിൽ വേരി ചെയ്ത് നിൽക്കുന്നുണ്ട്. അവർ പറഞ്ഞിട്ട് 16 ആ റേഞ്ചൊക്കെ കിട്ടുന്നു പറയുന്നുണ്ട്. ഇപ്പം അറൗണ്ട് 1500 കിലോമീറ്ററിന് മേലെ പോയിട്ടുള്ളൂ. സോ എനിക്കൊരു അക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആ റേഞ്ച് കിട്ടും തോന്നുന്നു. ബോഡി വെയിറ്റ് ഉള്ള വണ്ടിയാണ്. എന്തെങ്കിലും ഒരു കുറവ് എന്തെങ്കിലും കൂടി ആകാമായിരുന്നു എന്ന് തോന്നിയ കാര്യമുണ്ടോ? ആകാമായിരുന്നു എന്നുള്ളൊരു ഒരു ഫോഗ് ലാമ്പ് തരായിരുന്നു. പക്ഷെ പൊതുവെ എല്ലാവരും ഉപേക്ഷിച്ചോണ്ടിരിക്കുക ഒരു ബോഡിയിലൊക്കെ ആകുമ്പോൾ ഒരു ഫോഗ് ലാമ്പ്. പക്ഷെ ഞാൻ വെക്കും, ഒരു 5 ഇയർ വാറണ്ടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നോക്കാം. വേറെ എനിക്ക് അങ്ങനെ ബാക്കി ലൈറ്റ് എങ്ങനെയുണ്ട്? പൊതുവെ ലൈറ്റ് സൂപ്പറാണ്. ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ കുറവാന്നുള്ള രീതി കണ്ടു, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം ഞാൻ ഇഷയിൽ പോയിട്ട് നൈറ്റാണ് ഞാൻ ഡ്രൈവ് ചെയ്തത്. സോ ഞാൻ പിന്നിൽ വരുമ്പോൾ മുമ്പിലുള്ള വണ്ടികളൊക്കെ പെട്ടെന്ന് മാറി പോണു. എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ ഇവിടെ ഓടിക്കുമ്പോഴാണ് ഇത് സ്ഥിരം കാണുന്നുണ്ട്. സോ ഇതിന്റെ പവറാണ്, അപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പവർ ഉണ്ട്. ആ ഒരു പവർ കാരണമാണ് എനിക്ക് അങ്ങനെ ഒരു കുറവായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നല്ല ലൈറ്റ്. അതുപോലെ ഇതിന്റെ ഒരു ഈ പറഞ്ഞല്ലോ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ് ഈ അമേരിക്കൻ വണ്ടികളെ പറ്റി എപ്പോഴും ഉള്ളൊരു ആശങ്ക. ആ ഒരു ആശങ്ക എടുത്തപ്പോൾ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ മെയിൻ്റനൻസ് അങ്ങനെ ഒരു വലിയ ബോധേഡ്, മൈലേജും മെയിൻ്റനൻസ് അങ്ങനെ ഒരു ബോധേഡായി എടുത്തിട്ടില്ല. ഞാൻ മെയിനായിട്ട് സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിക്കും പിന്നെ സേഫ്റ്റി അങ്ങനത്തെ പാരാമീറ്റർ എല്ലാം തികഞ്ഞൊരു വണ്ടി നമുക്ക് കിട്ടില്ല. ഏതെങ്കിലും ഒന്നിൽ കോംപ്രമൈസ് ചെയ്താൽ അത് ഞാൻ അത്ര നോക്കിയിട്ടില്ല. പിന്നെ സർവീസ് പാക്കേജ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 5 ഇയർ സർവീസ് പാക്കേജ്, 3 ഇയറും വാറണ്ടി 5 ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 7 ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചെയ്തപ്പോൾ അറൗണ്ട് അതാണ് എല്ലാം ചേർന്ന് ഒരു 23 സംതിങ് അത്രേ ഉള്ളൂ. എനിക്ക് അവർ സർവീസ് പാക്കേജ് 50 ഉള്ളത് അറൗണ്ട് ഡിസ്കൗണ്ടിൽ ചെയ്തു തന്നു. 25 or 30 ചെയ്തു തന്നു. 3 ഇയറിന്റെ വലിയ കുറവായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ വേറെ 2 വണ്ടി അന്വേഷിച്ചത്, ബ്രാൻഡ് നെയിം പറയാമല്ലോ, കുഷാക്കും ടൈഗൂണൊക്കെ ആയിരുന്നു. അവരുടെ ഫുൾ ഓപ്ഷൻ ഓൾമോസ്റ്റ് ഇതിനേക്കാളും കുറച്ചും കൂടി കൂടുതലാണ്. സെയിം ഇതാ വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ആയിരിക്കുന്നുള്ളൂ. ഫീച്ചേഴ്സ് ഞാൻ അത്ര ബോധമല്ല. ഓട്ടോമാറ്റിക് എന്നുള്ളൊരു അതുണ്ട് ഒബ്വിയസ്ലി. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ആളുകളുടെയൊക്കെ മനസ്സ് മാറി വരും നമ്മൾ കാണുന്നത്. അതായത് സേഫ്റ്റി, അതാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ പോലെ ഇനി ഇന്ത്യക്കാരെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. സേഫ്റ്റി കുറഞ്ഞ വാഹനങ്ങൾ വിറ്റ് എല്ലാവരും കാഷ് ടെസ്റ്റിൻ്റെ ഒക്കെ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് തന്നെ ഇപ്പം വാഹനം വാങ്ങിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് വീണ്ടും നമുക്ക് ഈ ജീപ്പിൻ്റെ ഒക്കെ ഒരു പ്രസക്തി കൂടി വരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ജീപ്പ് ഓടിച്ചവരോട് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഇതാണ്, എവിടെയും കൊണ്ടുപോകുന്ന അത്രയും കോൺഫിഡൻസ് തരുന്നൊരു സേഫ്റ്റി ഇതിനുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും കീപ് ഗോയിങ്. താങ്ക് യു. അപ്പം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ചാനൽ തുടങ്ങിയ കാലം തൊട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരുണ്ട്. ആ പേര് അപ്പുക്കുട്ടൻ എന്നുള്ളതാണ്. എവിടെ പോലും ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്ന ആൾക്കാർക്ക് അപ്പുക്കുട്ടനില്ലേ കൂടെ എന്ന് ചോദിക്കും. അതിനുശേഷം അപ്പുക്കുട്ടൻ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോയതിന് ശേഷം ശ്യാം വന്നു. ശ്യാം ആണെങ്കിലും 2 വർഷമായി ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം അപ്പുക്കുട്ടനാണോ എന്നുള്ള ചോദ്യമാണ്. ആ അപ്പുക്കുട്ടനെ കാണണം എന്ന് പറഞ്ഞ് പലരും കുറേ കാലമായിട്ട് കമൻറ്റ് ഇടാറുണ്ട്, അപ്പുക്കുട്ടൻ ഒന്ന് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പുക്കുട്ടൻ ആപ്പാട് ആൾക്കാർ കണ്ടിരിക്കുന്നത് ഇങ്ങനെ മൊബൈൽ ഷൂട്ട് ചെയ്തൊക്കെ പോകുമ്പോഴത്തേക്ക് നിഴലായിട്ടൊക്കെയാണ്. ആ അപ്പുക്കുട്ടനെയാണ് ഇന്ന് നമ്മൾ റാപ്പിഡ് ഫയറിൽ അവതരിപ്പിക്കുന്നത്. നമസ്കാരം അപ്പുക്കുട്ട. അപ്പോൾ ഇതാണ് നിങ്ങൾ കാത്തിരുന്ന നടൻ, നിങ്ങൾ കാത്തിരുന്ന അപ്പുക്കുട്ടൻ. ഇതാണ് ഹതഭാഗ്യം. ഇതാണ് ഹതഭാഗ്യം. അപ്പോൾ അപ്പുക്കുട്ടൻ നമ്മുടെ അടുത്ത് പോയിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി. പക്ഷേ അതിന് മുമ്പ് നമ്മുടെ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മാഗസീനിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് ആണ് അപ്പുക്കുട്ടൻ ആദ്യമായിട്ട് വന്നത്. അതിനുശേഷം ചാനൽ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോയും ചെയ്യാൻ തുടങ്ങി. പിന്നെ അപ്പുക്കുട്ടൻ കാര്യമായിട്ട് ഫ്രീലാൻസ് ചെയ്യുന്നൊക്കെ ആളാണ്. അപ്പോൾ കുറച്ച് തിരക്കുകൾ വന്നപ്പോഴത്തേക്കുമാണ് അപ്പുക്കുട്ടൻ പോയിട്ട് ശ്യാം നമ്മുടെ കൂടെ വന്നത്.
അപ്പോൾ അപ്പുകുട്ടൻ അന്ന് തൊട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണ് നമ്മൾ ഈ കാണുന്ന ബ്രസ. അപ്പോൾ അപ്പുകുട്ടൻ്റെ വിശേഷങ്ങളും അതുപോലെ വാഹനത്തിൻ്റെ വിശേഷങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞത് അപ്പുകുട്ടൻ നല്ല പേരുണ്ട്, അഖിൽ അപ്പുകുട്ടൻ എന്നാണ്. ഈ അപ്പുകുട്ടൻ എന്ന് പറയുന്ന പേരിൻ്റെ ഒരു രസം കൊണ്ട് ഞാനങ്ങനെ വിളിച്ച് പിന്നെ അതങ്ങ് ഹിറ്റായി മാറിയതാണ്. ശരിക്കും പറഞ്ഞാൽ അപ്പുകുട്ടൻ അഖിലിൻ്റെ അച്ഛൻ്റെ പേരാണ്. അപ്പോൾ അച്ഛൻ്റെ പേരിൽ മകനും അറിയപ്പെടുന്നു എന്ന് പറയുന്നതാണ് അല്ലേ? അതിനുള്ള ദുര്യോഗം അച്ഛനുണ്ടായി. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പം കാര്യമായ രീതിയിൽ ഫ്രീലാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? നന്നായിട്ട് പോകുന്നു. അപ്പോൾ അപ്പുകുട്ടനെ കാണുന്ന കാലം തൊട്ട് അപ്പുകുട്ടൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രസയാണ്. ഇപ്പം എത്ര വർഷമായി ബ്രസ? ഇല്ല, കാണുന്ന കാലത്തല്ല, 2019 വാങ്ങിച്ച. 19 അതിന് മുമ്പ് ഒരു സ്വിഫ്റ്റ് ആയിരുന്നു. സ്വിഫ്റ്റ് ആയിരുന്നു. ശരി, നമ്മൾ ആദ്യം കാണുമ്പോൾ സ്വിഫ്റ്റ് ആയിരുന്നു അല്ലേ? അപ്പം മാരുതിയിൽ നിന്ന് മാരുതിയിലേക്കായിരുന്നു പോക്ക്. അതെന്താ അത്? അതിന് ചേട്ടൻ വേറെ ഒന്നും നോക്കായിരുന്നേ? വേറെ നോക്കാൻ തോന്നിയില്ല. സ്വിഫ്റ്റിൻ്റെ കാര്യത്തിൽ സംതൃപ്തനല്ലായിരുന്നോ? സ്വിഫ്റ്റ് പക്ഷേ എന്താ വെച്ചാലേ, സ്വിഫ്റ്റ് ഒരു സേഫ്റ്റി നോക്കുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ സ്കൂട്ടറിൽ പോയിട്ട് ഇടിച്ച് കഴിഞ്ഞപ്പോൾ സ്വിഫ്റ്റ് തവിടുപൊടിയായി. ഫ്രണ്ടൊക്കെ മറ്റേ ഊരിപ്പോയി. അങ്ങനെ പിന്നെ ഞാൻ നോക്കിയപ്പം ഇതൊന്ന് നിർത്താൻ പോകും, ഡീസൽ വണ്ടിയായിരുന്നു, നിർത്താൻ പോയിരുന്നു. അപ്പോൾ അന്നേരം ചാടിക്കയറി എടുത്തതാണ്. അപ്പോൾ ഇതിന് ആ ഒരു സേഫ്റ്റി ബില്ല് തോന്നുന്നുണ്ടോ ഇത് ഓടിക്കുമ്പോൾ? ഇത് ഓക്കെയാ. ഇത് ഓടിച്ച് എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യ മൊത്തം തന്നെ കറങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ കറങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ കിട്ടാനില്ല. ഇതിൻ്റെ ഡീസൽ എന്ന് പറയുന്നത് ഭയങ്കര പ്രഷ്യസ് ആയിട്ട് ആൾക്കാർ കൊണ്ടു നടക്കുന്നത്. അത് കാരണം ഫിയറ്റിൻ്റെ മൾട്ടിജെറ്റ് എഞ്ചിനാണ്. അത് ഇപ്പം മാരുതി പൂർണ്ണമായിട്ടും ഡീസൽ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ കുറച്ച് വണ്ടികൾ അവശേഷിക്കുന്നുള്ളൂ. എന്താ കിട്ടുന്നത്? മൈലേജൊക്കെ ഗംഭീര മൈലേജ് നല്ല മൈലേജ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ വന്നുള്ളൂ. അത്യാവശ്യം ഒരു 4500 5000 താഴെ ഡീസലായുള്ളൂ. അത് മൊത്തം കറങ്ങി നടന്നിട്ട് പോകാം. അപ്പോൾ ഈ ബാംഗ്ലൂരൊക്കെ പോകുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമ്മൾ ഈ വലിയ ഹൈവേകൾ കാല് കൊടുത്ത് പോകുമ്പോഴാണ് മാരുതിയുടെ വാഹനങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റി പ്രശ്നം തോന്നാറുള്ളത്. അത് ഇതിനുണ്ടോ? ഇല്ല, ഇതിന് ആ പ്രശ്നമില്ല. ഇത് പക്കയാണ്. ഇത് നന്നായിട്ട് തന്നെ. ഇപ്പോൾ എത്ര ഓടി 7 വർഷം കൊണ്ട്? ഏകദേശം 1,20,000 ആണല്ലേ? അപ്പോൾ 1 വർഷം കഴിയുമ്പോഴത്തേക്കും ഡീസൽ വാഹനങ്ങൾക്ക് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ? ഇല്ല, ഇത് അങ്ങനത്തെ പ്രശ്നമില്ല. വണ്ടി സ്മൂത്തായിട്ട് ഇപ്പോഴും പോകും. മെയിൻ്റനൻസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? മെയിൻ്റനൻസ് കോസ്റ്റ് കുഴപ്പമില്ല. മാരുതിയുടെ ഒരു സാധാരണ സർവീസിനൊക്കെ ഒരു 5000 രൂപയിലൊക്കെ നിൽക്കുന്നുണ്ടോ? 5000 രൂപ, 5000 രൂപ, 6000 രൂപ. അതിലേ ഉള്ളൂ. എന്തെങ്കിലും മേജർ പണി വന്നിട്ടുണ്ടോ ഇത്രയും കാലത്തിനിടയ്ക്ക്? മേജറായിട്ട് അങ്ങനെ പണിയൊന്നും വന്നിട്ടില്ല. ഇല്ല. അപ്പോൾ ഇനി എത്ര കാലം ഇത് പറയുന്ന കേട്ട് ഇത് വിൽക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. എത്ര കാലം ഇനി ഉപയോഗിക്കും? അല്ല, ഇത് മിക്കവാറും കൊടുക്കാറായിട്ടുണ്ട്. ശരി. അപ്പോൾ അപ്പുകുട്ടൻ്റെ വണ്ടി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ചെയ്യുക. എൻ്റെ കമ്മീഷൻ ഞാൻ വാങ്ങിച്ചോളാം. എന്നിട്ട് എന്താ പരിപാടി? ഇത് കഴിഞ്ഞ് ഇത് വിറ്റതിന് ശേഷം എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, എനിക്കൊരു ചെറിയ വണ്ടി എടുക്കണമെന്നുണ്ട്. അപ്പം ഞാൻ അന്ന് ചേട്ടനെ വിളിച്ചിട്ടുണ്ടായി, ഇതെടുക്കണമെന്ന് ഒരു മോഹം ഉണ്ടായി. മറ്റേ എന്താണ് നമ്മുടെ ഒരു ഇഗ്നിസ് എടുക്കണമെന്ന് മോഹം ഉണ്ടായി. പക്ഷേ ഇഗ്നിസ് ആ സമയത്ത് കൊടുക്കത്ത വില. ഇപ്പം ഇഗ്നിസ് നിർത്തിയത് കൊണ്ട് ഭയങ്കര വില. ഇപ്പം എൻ്റെ അടുത്ത് ഇന്നലെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, പുള്ളി 8,4 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച ഇഗ്നിസിന് 8 ലക്ഷം രൂപയ്ക്ക് ഒരാൾ പുറകെ നടക്കാന്ന്. അത്രയ്ക്ക് സമയത്ത് നിർത്തിക്കളഞ്ഞില്ല. ഏറ്റവും നല്ല സമയത്ത് നിർത്തിക്കളഞ്ഞു ഇഗ്നിസ് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പം പിന്നെന്താ ഇതിന് ഇനിയും ചെറുതിലേക്ക് പോകാനുള്ള ഒരു പരിപാടി? കാരണം നമ്മൾ മുകളിലേക്കല്ലേ വളർച്ച വേണ്ടത്? അല്ല, ഇപ്പം ചെറിയ ചെറിയ മോഹങ്ങളുള്ളൂ. അത് ശരി. ഇതിന് വിലയൊക്കെ അന്വേഷിച്ചോ? എങ്ങനെയുണ്ട്? റീസെയിൽ വാല്യൂ എത്ര ഉണ്ടാവും എന്നൊക്കെ ചുമ്മാ ചോദിച്ചോ? ഒന്ന് നോക്കിയിട്ടുണ്ടെന്ന്. എടുത്തപ്പോൾ എത്ര രൂപയായിരുന്നു അന്ന്? എടുത്തന്ന് 10 അതിനടുത്തത് ഒരു 6.5 ഒക്കെ പ്രതീക്ഷിക്കാം അല്ലേ ഇപ്പോൾ? അല്ലേ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇത്ര ഓടിയില്ലേ? 1,20,000 കിലോമീറ്റർ ഓടിയതുകൊണ്ട് മോശമല്ല. എന്തായാലും ഈ പറഞ്ഞ മൾട്ടിജെറ്റ് എഞ്ചിനായിരുന്നു ഒരു കാലത്ത് ഇന്ത്യയുടെ ദേശീയ എഞ്ചിൻ എന്ന് പറയുന്നത്. എല്ലാ വണ്ടിയിലും ഇതായിരുന്നു. ഇപ്പോഴും നിങ്ങൾ കാണുന്ന ടാറ്റ ഹാരിയറിലും അതുപോലെ തന്നെ ഉള്ള പല വണ്ടികളും, ജീപ്പിൻ്റെ കോമ്പസിലും ഒക്കെ ഇപ്പോഴുള്ള മൾട്ടിജെറ്റ് എഞ്ചിനാണ്. ഇതതിൻ്റെ 1.3 ആയിരുന്നു. ഗംഭീരമായ എഞ്ചിനായിരുന്നു. അപ്പോൾ ഇത് വിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഡീസൽ വണ്ടിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു വലിയ പ്രശ്നം. ഒന്നും ഇല്ലല്ലോ. ഡീസൽ എന്ന സാധനം പിന്നെ ഹുണ്ടായിലേക്കൊക്കെ പോകേണ്ടി വരും. അപ്പോൾ വിലയൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ വളരെ ഗംഭീരമായൊരു വാഹനമായിരുന്നു. വിലയാണെങ്കിൽ 10 ലക്ഷം രൂപ താഴെ ഡീസൽ വാഹനം എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. വേറെ എന്താ വിശേഷം? അപ്പോൾ അപ്പോൾ ഇനി ഇഗ്നിസ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇഗ്നിസ് കിട്ടിയില്ലെങ്കിൽ വേറെ നോക്കണം. അപ്പോൾ എന്നിട്ട് വിളി വരും എനിക്ക് വിളി വരും. അപ്പോൾ ഞങ്ങളത് വിശദമായി ഇരുണ്ട മുറി ഇരുന്ന് വല്ലതും ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് അപ്പുകുട്ടൻ. ഈ പറഞ്ഞ അപ്പുകുട്ടൻ അങ്ങനെ ഒത്തിരി സംസാരിക്കുന്ന ആളൊന്നുമല്ലോ കേട്ടോ. അതുകൊണ്ടാണ് അപ്പുകുട്ടൻ എവിടെ ചോദിക്കുമ്പോൾ എനിക്കറിയാം അപ്പുകുട്ടൻ ക്യാമറയുടെ മുന്നിൽ പിടിച്ചെടുത്തില്ല. അപ്പുകുട്ടൻ അധികം സംസാരിക്കില്ല. ഇവരെ ക്യാമറ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഇത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ പുതിയ വണ്ടിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ശരി.
അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞ കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രവാസികളായ പ്രേക്ഷകരോടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. നമ്മുടെ സ്വപ്നങ്ങൾക്ക് സമ്പാദ്യത്തിന് രൂപയുടെ മൂല്യത്തകർച്ച ഒരിക്കലും തടസ്സമാകരുത്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഇത്തരം NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ ഉള്ള ലിങ്ക് ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ പ്രവാസി സുഹൃത്തുക്കളോടും കൂടി ഈ കാര്യം പറയാൻ മറക്കുകയും ചെയ്യരുത്. അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയറോട് കാണാം. ബൈ.